Good afternoon, all. Can you miss it? No, clear or no? No infection control committee vary miss it. Hospital acquired infections, infections control committee variance complete. Can you miss it? Okay, and continue to doubts and begin. Okay, Anna. Okay, continue to Next, role of the infection control team. Our hospital, our infection control team, our committee, role in the responsibilities and the infection control program is liable for. In the hospital, infection control program in the first, to oversee, coordinate all infection control activities to ensure an effective program. എന്താണ് ഫലപ്രദമായിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഒരു പരിപാടി ഉറപ്പാക്കുന്നതിന് വേണ്ടി എല്ലാ അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങളുടെയും ഏകോപനം നിരീക്ഷിക്കുക എന്ന് വെച്ചാല് നമ്മുടെ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള മെത്തേഡുകൾ സ്വീകരിക്കുന്നുണ്ട് അല്ലെ എന്താണ് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നുണ്ട് സാനിറ്റേഷൻ ചെയ്യുന്നുണ്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നുണ്ട് ഐസൊലേഷൻ ചെയ്യുന്നുണ്ട് അല്ലെ ഹാൻഡ് വാഷിംഗ് ചെയ്യുന്നുണ്ട് പല മെത്തേഡുകളും നമ്മൾ സ്വീകരിക്കുന്നുണ്ടല്ലോ ആണോ അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം എഫക്റ്റീവ് ഫലപ്രദമാകുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ഉപയോഗിക്കുന്ന എല്ലാ അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങളുടെയും ഏകോപനം നിരീക്ഷിക്കുക അല്ലെ പല മെഷേഴ്സുകളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് അല്ലെ ഒരു പ്രോഗ്രാം നടത്തുന്നത് അപ്പൊ ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ എല്ലാ അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങളുടെയും ഏകോപനം നിരീക്ഷിക്കുക നെക്സ്റ്റ് ഇപ്പൊ നമുക്ക് കൊറോണ വന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് അവരെ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുക മാത്രമാണോ നമ്മൾ ചെയ്തത് അല്ല സ്റ്റാഫുകൾ എന്ത് ചെയ്ത് PPE കിറ്റുകൾ ധരിച്ചു മാസ്കുകൾ ധരിച്ച് ഹാൻഡ് വാഷിംഗ് നടത്തിയില്ലേ അവരെ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിച്ചു സ്റ്റെറിലൈസേഷൻ ചെയ്തു പല മെത്തേഡുകളും സ്വീകരിച്ചില്ലേ അപ്പൊ അങ്ങനെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാം ഉറപ്പാക്കുന്നതിന് വേണ്ടി എല്ലാ അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങളുടെയും ഏകോപനം നിരീക്ഷിക്കുക ക്ലിയർ ആണോ നെക്സ്റ്റ് പറയുന്നത് organize an epidemiological monitoring program for nosocomial infections in epidemiology എന്ന് പറഞ്ഞാൽ സാംക്രമിക രോഗശാസ്ത്രം നമ്മുടെ മെഡിസിന്റെ ഒരു ബ്രാഞ്ച് ആണ് എപ്പിഡമിയോളജി എന്ന് പറയുന്നത് ഈ എപ്പിഡമിയോളജിയില് വിവിധ തരത്തിലുള്ള സാംക്രമിക രോഗങ്ങളെ കുറിച്ചും അവ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതിനെ കുറിച്ചും അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ മെഷേഴ്സുകൾ എന്തൊക്കെ കാര്യങ്ങൾ നടത്താമെന്നൊക്കെ
ആ ഒരു എപ്പിഡമിയോളജിയിൽ പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നമ്മുടെ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് എന്താണ്, നമ്മുടെ എപ്പിഡമിയോളജിയിലെ സാംക്രമിക രോഗശാസ്ത്രം അനുസരിച്ച് ആ ഒരു ഇൻഫെക്ഷൻസിനെ നിരീക്ഷിച്ച് ആ ഒരു ഇൻഫെക്ഷൻസിന് വേണ്ട കാര്യങ്ങൾ അല്ലെ, പ്രിക്കോഷൻസ്, മുൻകരുതലുകള്, അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സുകളൊക്കെ സ്വീകരിക്കുക. ഓക്കെയാണോ? ഇതില് പറയുന്നത് നോസോകോമിയൽ ഇൻഫെക്ഷൻസിന് എന്താണ്, നമ്മുടെ സാംക്രമിക രോഗശാസ്ത്രം അനുസരിച്ച്, എപ്പിഡമിയോളജി അനുസരിച്ച് അതിന് വേണ്ട പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യാൻ, സംഘടിപ്പിക്കുക എന്നാണ്. ക്ലിയർ ആണോ? എപ്പിഡമിയോളജി എന്ന് പറഞ്ഞാല് സാംക്രമിക രോഗശാസ്ത്രം. സാംക്രമിക രോഗശാസ്ത്രത്തില് വിവിധ തരത്തിലുള്ള സാംക്രമിക അല്ലെ ഈ ഇൻഫെക്ഷൻസിനെ കുറിച്ചും അത് സ്പ്രെഡ് ചെയ്യുന്ന രീതിയെ കുറിച്ചും അത് നമ്മൾ തടയുന്നതിന് വേണ്ടി എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമെന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നോസോകോമിയൽ ഇൻഫെക്ഷൻസിന് ഈ ഒരു എപ്പിഡമിയോളജി, സാംക്രമിക രോഗശാസ്ത്രം അനുസരിച്ച് ആ ഒരു ഇൻഫെക്ഷൻസിനെ മോണിറ്റർ ചെയ്യാനുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. ക്ലിയർ ആണോ? Next is participate with the pharmacy to develop a program supervise the use of anti-infections drugs. നമുക്ക് ഇൻഫെക്ഷൻസ് വന്നു, അല്ലെങ്കിൽ ബാക്ടീരിയ, ഫംഗൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാല് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സുകൾ ഉപയോഗിക്കും അല്ലെ, ആന്റിബയോട്ടിക്സുകൾ ഉപയോഗിക്കോ? അപ്പൊ ആ ഒരു ആന്റി ഇൻഫെക്ഷൻസ് മരുന്നുകളുടെ മേൽനോട്ടത്തിനായി എന്ത് ചെയ്യാ, പ്രോഗ്രാമുകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഫാർമസിയുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം പങ്കെടുക്കുക. നമുക്ക് ആ ഒരു ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സുകൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഫാർമസിയിൽ നിന്നാണ് അല്ലെ. ഹോസ്പിറ്റലിൽ ലഭ്യമാകുന്നത് ഫാർമസിയിൽ നിന്നല്ലേ. പേഷ്യൻസിന് വേണ്ട ആന്റി ഇൻഫെക്ഷൻസ്, ആന്റിബയോട്ടിക്സുകളൊക്കെ ലഭിക്കുന്നത്. അപ്പൊ ആ ഒരു ആന്റി ഇൻഫെക്ഷൻസ് മരുന്നുകളുടെ മേൽനോട്ടത്തിനായിട്ടുള്ള പ്രോഗ്രാമുകളില് നമ്മുടെ ഫാർമസിയുമായി ചേർന്ന് പ്രവർത്തിക്കുക. നെക്സ്റ്റ് പറയുന്നത് make sure that patient care practices are appropriate to the level of patient risk. അല്ലെ, നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു പേഷ്യന്റ് കെയർ പ്രാക്ടീസസ് എന്താണ്, രോഗീ പരിചരണ രീതികൾ അവർക്ക് ഉചിതമായ രീതിയിലാണ് അല്ലെ, അവർക്ക് റിസ്കുകളൊന്നും ഇല്ലാത്ത രീതിയിലാണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെയാണോ? പേഷ്യൻസിന് നൽകുന്ന രോഗീ പരിചരണ രീതികള് എന്താണ്, പേഷ്യന്റിന് സുരക്ഷിതത്വമുള്ളതാണ് അല്ലെ, അവർക്ക് റിസ്കുകളൊന്നും ഇല്ലാത്ത, അപകട സാധ്യതകളൊന്നും ഇല്ലാത്തതാണ് എന്ന് നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം ഉറപ്പുവരുത്തുക. ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് check the efficacy of the method of disinfection and sterilization and the efficacy of system. അല്ലെ, നമ്മൾ എന്താണ് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡുകൾ, സ്റ്റെറിലൈസേഷൻ, സാനിറ്റൈസേഷൻ, അങ്ങനെ ഒരുപാട് മെത്തേഡുകൾ സ്വീകരിക്കുന്നുണ്ട് അല്ലെ. മെത്തേഡുകൾ സ്വീകരിക്കുന്നില്ലേ? അപ്പൊ ആ ഒരു മെത്തേഡുകളിലെ കാര്യക്ഷമത അല്ലെ, അത് ഫലപ്രാപ്തിയോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ, പിന്നെ നമുക്ക് കൊണ്ടുവരുന്ന സിസ്റ്റംസ് അല്ലെ അതൊക്കെ എന്താണ്, നല്ല കാര്യക്ഷമതയുള്ളതാണോ, ഇത് നമ്മുടെ ഡിസ്ഇൻഫെക്ഷൻസ് പറ്റിയതാണോ അല്ലെ, ഇൻഫെക്ഷൻസിനെ കില്ല് ചെയ്യാൻ അല്ലെ, നശിപ്പിക്കാൻ പറ്റുന്നതാണോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. ക്ലിയർ ആണോ? നമ്മൾ ചെയ്യുന്ന എന്താണ് ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡുകൾ അല്ലെ, ഡിസ്ഇൻഫെക്ഷൻസ്, കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡുകൾ, സ്റ്റെറിലൈസേഷൻ, സാനിറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് കാര്യക്ഷമതയുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയുന്നത് ഡെവലപ്ഡ് ടു എൻഹാൻസ് ഹോസ്പിറ്റൽ ക്ലീൻലിനെസ്, taking part in development and provision of teaching programs for the medical, nursing and associated health person as well as other categories of staff. അല്ലെ, എന്താണ് നമ്മൾ എന്താണ്
ക്ലീൻലിനെസ് ടേക്കിംഗ് പാർട്ട് ഇൻ ഡെവലപ്മെന്റ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് നമ്മൾ കൊണ്ടു നടക്കേണ്ടത്? വൃത്തിയോട് കൂടിയിട്ട് അല്ലെ. ആണോ? അല്ലെങ്കിൽ എന്ത് പറ്റും? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യോ? ക്ലീൻ വൃത്തിഹീനമായിട്ടുള്ള ഒരു പരിസരമാണ്, അവിടുത്തെ വേസ്റ്റുകൾ ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നില്ല എങ്കിലൊക്കെ എന്താണ്? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം അല്ലെ. അപ്പൊ ആ ഒരു ക്ലീൻനെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യാം. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെ ഹോസ്പിറ്റൽ എങ്ങനെയായിരിക്കണം ശുചിയോടുകൂടി നമ്മൾ കൊണ്ടു നടക്കേണ്ടത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ച് എന്താണ് മെഡിക്കൽ, നഴ്സിംഗ്, അസോസിയേറ്റഡ് ഹെൽത്ത് പേഴ്സണൽ, പിന്നെ കൂടാതെ എന്താണ് എല്ലാ കാറ്റഗറിയിലും പെടുന്ന സ്റ്റാഫുകൾക്ക് നമുക്ക് ഇതിനുള്ള ടീച്ചിങ് കൊടുക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം അല്ലെ. ട്രെയിനിങ്ങുകൾ, ടീച്ചിങ് ഒക്കെ കൊടുക്കണ്ടേ? വേണം അല്ലേ. അപ്പൊ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ശുചിത്വവുമായി ബന്ധപ്പെട്ട്, ക്ലീൻലിനെസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ മെഡിക്കൽ, നഴ്സിംഗ്, അതർ ഹെൽത്ത് പ്രൊഫഷണൽസ് ആൻഡ് മറ്റ് സ്റ്റാഫുകളിലെ മറ്റ് വിഭാഗത്തിൽ പെടുന്ന സ്റ്റാഫുകൾക്കൊക്കെ എന്താണ് ഈ ഒരു ശുചിത്വവുമായി ബന്ധപ്പെട്ട ടീച്ചിങ് നൽകുക. നെക്സ്റ്റ് പറയുന്നത് പ്രൊവൈഡ് എക്സ്പേർട്ട് അനാലിസിസ് ആൻഡ് ലീഡർഷിപ്പ് അസിസ്റ്റൻസ് ഫോർ സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ്? ചെറിയ സ്ഥാപനങ്ങൾക്ക് അല്ലെ. ഇപ്പൊ ചെറിയ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ എന്തുണ്ട്? പ്രൈമറി കെയർ സെന്റേഴ്സ് ഒക്കെ ഉണ്ടല്ലേ. അതൊക്കെ എന്താണ്? ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ, ചെറിയ സ്ഥാപനങ്ങളാണ് അല്ലെ. അപ്പൊ ചെറിയ സ്ഥാപനങ്ങൾക്ക് വിദഗ്ധ വിശകലനവും നേതൃത്വ സഹായവും ലീഡർഷിപ്പും നൽകുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. നമ്മൾ ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മുടെ കൊറോണയുടെ ഒക്കെ സമയത്ത് ഹോസ്പിറ്റലുകളില്, പബ്ലിക് പ്ലേസുകളിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടത്? ഫസ്റ്റ് പോയിന്റ് റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ. To oversee, coordinate all infection control activities to ensure an effective program. ഫലപ്രദമായ ഒരു പ്രോഗ്രാം ഉറപ്പാക്കുന്നതിന് വേണ്ടി എന്താണ് നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ, അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങളുടെ ഏകോപനം നിരീക്ഷിക്കുക അല്ലെ. ഇപ്പൊ മിസ് പറഞ്ഞ പോലെ ആദ്യ ഒരു എക്സാമ്പിൾ പോലെ മിസ് പറഞ്ഞു, എന്താണ് നമുക്ക് കൊറോണ വന്ന ഒരു പേഷ്യൻസിനെ നമ്മൾ എന്താണ് ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിച്ചു. അവരെ ജസ്റ്റ് ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രവർത്തനം മാത്രമാണോ നമ്മുടെ ഹോസ്പിറ്റലുകാർ സ്വീകരിക്കുന്നത്? ആണോ സുജീത്? ആണോ? അല്ല അല്ലേ. ഒരുപാട് മറ്റു മെത്തേഡ്സുകൾ കൂടി അവർ സ്വീകരിക്കുന്നുണ്ട് അല്ലെ. PPE അവിടേക്ക് പോകുന്ന അല്ലെ, ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സ്റ്റാഫുകള് PPE കിറ്റുകൾ ധരിക്കുന്നുണ്ട്, മാസ്കുകൾ ധരിക്കുന്നുണ്ട്, ഹാൻഡ് വാഷിംഗ് ചെയ്യുന്നുണ്ട്, അവരിൽ ഉപയോഗിക്കുന്ന എക്വിപ്മെന്റുകൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നുണ്ട് അല്ലെ. ആണോ? അപ്പൊ ഒരു ഇൻഫെക്ഷൻസിനെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി, പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മറ്റു മെത്തേഡ്സുകൾ കൂടി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഏകോപനം, മറ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ, അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങളുടെ ഏകോപനം ഉറപ്പുവരുത്തുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് ഹാൻഡ് വാഷിംഗ് അല്ലേ. മിസ് പറഞ്ഞു എന്താണ് നമുക്ക് കൊറോണയുടെ സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലുകളില്, പബ്ലിക് പ്ലേസുകളിലൊക്കെ എന്താണ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സുകൾ അല്ലേ. കൂടാതെ ടിവിയിലൊക്കെ കാണിച്ചിട്ടുണ്ടായില്ലേ ഹാൻഡ് വാഷ് ചെയ്യുന്ന രീതികള്, സ്റ്റെപ്പുകളൊക്കെ. അപ്പൊ നമുക്ക് നോക്കിയേ, നെക്സ്റ്റ് പറയുന്നത് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ആണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് മിസ് പറഞ്ഞു തരാം, അതിനനുസരിച്ച് ഒന്ന് നോക്കാം. ഫസ്റ്റത്തത് അഡ്വക്കേറ്റ് എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ബി ടേക്ക് ഇൻ യുവർ ഹാൻഡ്സ്. അല്ലെ, നമ്മുടെ കൈ കഴുകാന് ആവശ്യമായിട്ടുള്ള ആ ഒരു അളവില് നമ്മൾ എന്തെടുക്കുക?
സൊല്യൂഷൻ എടുക്കുക അല്ലെ, ഹാൻഡ് വാഷിങ്ങിനുള്ള ആ ഒരു സൊല്യൂഷൻ എടുക്കുക. നെക്സ്റ്റ് റബ് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്കഡ്. നെക്സ്റ്റ് പറയുന്നത് എന്ത് ചെയ്യാ, നമ്മ കൈകള് അല്ലെ പാം ടു പാം വിരലുകള് ഇന്റർലോക്ക് ചെയ്ത് കഴുകുക അല്ലെ. അത് നമ്മുടെ പിക്ചറിൽ കിടക്കുന്നത് 4th പിക്ചർ ആണ് കേട്ടോ. കണ്ടോ 4th പിക്ചർ ഇന്റർലൈസ്ഡ് എന്നാണ്. ഇന്റർലോക്കഡ് എന്ന് പറഞ്ഞാലും ഇന്റർലൈസ്ഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് റബ് ബാക്ക് ഓൺ ദ ഫിംഗേഴ്സ് ടു ഓപ്പോസിങ് പാം വിത്ത് ഇന്റർലൈസ്ഡ് അല്ലെ. നെക്സ്റ്റ് എന്താണ്, നമ്മൾ ഒപ്പോസ് ചെയ്തിട്ട് അല്ലെ, ഫിംഗേഴ്സ് ഒപ്പോസ് ചെയ്തിട്ട് ഇന്റർലൈസ് ചെയ്ത് കഴുകുക. 5th പിക്ചർ ആണ് കേട്ടോ. കണ്ടോ 5th പിക്ചർ ഇങ്ങനെ കഴുകാറില്ലേ, ഇങ്ങനെ വിരലുകള് ഇന്റർലോക്ക് ചെയ്തിട്ട് അല്ലെ ഇങ്ങനെ പിടിച്ച് കഴുകുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് റൈറ്റ് തമ്പ് ഗ്രിപ്പഡ് വിത്ത് ലെഫ്റ്റ് തമ്പ് ആൻഡ് വൈസ് വേഴ്സ അല്ലെ. അത് 6th പിക്ചർ കേട്ടോ. 4th സെന്റൻസ് വന്നിരിക്കുന്നത് 6th പിക്ചർ. നമ്മ എന്ത് ചെയ്യാം, ഈ കള്ളവിരലുമ പിടിച്ചിട്ട് ഇങ്ങനെ കഴുകാറില്ലേ, ഓർമ്മയുണ്ടോ? ഇങ്ങനെ കഴുകും. അതേപോലെ എന്താണ് തിരിച്ചും അല്ലെ, തിരിച്ചും കഴുകില്ലേ, ഇപ്പുറത്ത് കള്ളവിരലുമ പിടിച്ചിട്ട് ഇങ്ങനെ കഴുകുക. നെക്സ്റ്റ് പറയുന്നത് റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് വിത്ത് ക്ലാസ്പ്ഡ് ഫിംഗർ ഓഫ് റൈറ്റ് ഹാൻഡ് ആൻഡ് ലെഫ്റ്റ് പാം ആൻഡ് കോൺട്രാവേഴ്സ് അല്ലെ. 5th പോയിന്റ് വരുന്നത് ഏതാണ്, 7th പിക്ചർ ആണ് കേട്ടോ. 7th പിക്ചർ റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ്സ് ആൻഡ് ഫോർവേഡ് വിത്ത് എന്താണ്, നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവില്ലേ, കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ പാമ്പ വെച്ചിട്ട്, അതേപോലെ തിരിച്ചു അല്ലെ, കൈന്റെ ഉള്ളനടിയൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആവാനായിട്ട് അല്ലെ തിരിച്ചു. നെക്സ്റ്റ് പറയുന്നത് ബോത്ത് റിസ്റ്റ് റൊട്ടേഷണലി, എന്താണ് റിസ്റ്റ് കഴുകുക അല്ലെ, നമ്മുടെ ഈ ഒരു ഇവിടെ പിടിച്ച് റിസ്റ്റ് കഴുകുക. നെക്സ്റ്റ് പറയുന്നത് കൈത്തണ്ട കഴുകുക അല്ലെ. നെക്സ്റ്റ് പറയുന്നത് റബ് നെയിൽസ് ബൈ യൂസിങ് സോഫ്റ്റ് ബ്രഷ്, എന്താണ് ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഒക്കെ വെച്ച് കാണിട്ട് നമ്മുടെ നെയിൽസ് അല്ലെ, നമ്മുടെ കൈയിന്റെ നഖത്തിന്റെ ഉള്ളിലൊക്കെ ഇൻഫെക്ഷൻസ് ഇരിക്കാലോ, അപ്പൊ അതൊക്കെ ക്ലീൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് കാണിട്ട് നെയിലൊക്കെ കഴുകുക. നെക്സ്റ്റ് ഇത്രയും സ്റ്റെപ്പുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈകള് പ്രോപ്പർ ആയിട്ട് അല്ലെ ശരിയായ രീതിയിൽ കൈ കഴുകുക. അതിനുശേഷം ക്ലോസ് വാട്ടർ ടാപ്സ് വിത്ത് എൽബോ. നെക്സ്റ്റ് നമ്മുടെ കൈ കഴുകി കഴിഞ്ഞാൽ പിന്നെ ടാപ്പ് ഇടാൻ പാടില്ല, എന്താണ് കൈമുട്ട് വെച്ച് കാണിട്ട് അല്ലെ, എൽബോ വെച്ച് കാണിട്ട് നമ്മൾ ആ ഒരു ടാപ്പ് ക്ലോസ് ചെയ്യുകയും പിന്നെ എന്താണ് ഡ്രൈ ഹാൻഡ്സ് റഫ്ലി, എന്താണ് കൈകള് ഉണക്കുകയും നന്നായി ഉണക്കുകയും ചെയ്യുക. ഓക്കെയാണോ? ഓക്കെയാണോ എല്ലാവർക്കും? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. ഫസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവില് ആ ഒരു എന്താണ് സൊല്യൂഷൻ എടുക്കുക. അതിനുശേഷം നമ്മുടെ പാമുകൾ അല്ലെ ഇന്റർലോക്ക് ചെയ്ത് കഴുകുക. നെക്സ്റ്റ് എന്താണ് നമ്മുടെ വിരലുകൾ അല്ലെ ഇന്റർലോക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണൊക്കെ ഒന്ന് കഴുകുക. നെക്സ്റ്റ് തള്ള വിരല് കഴുകുക, അതേപോലെ തിരിച്ചും കഴുകുക. നെക്സ്റ്റ് എന്താണ് നമ്മുടെ കൈ അല്ലെ, കൈയുടെ ഇപ്പോഴത്തെ വിരലുകൾ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കഴുകുക അല്ലെ, വട്ടത്തിൽ കഴുകുക. അതേപോലെ തിരിച്ചും കഴുകുക. അതിനുശേഷം നമ്മുടെ കൈത്തണ്ടകള് നല്ലോണം അല്ലെ സോപ്പ് ആ ഒരു സൊല്യൂഷൻ ഒക്കെ കൈത്തണ്ടയിലാകുന്ന വിധം നല്ലോണം കഴുകുക, 2 കൈത്തണ്ടകളും. അതിനുശേഷം എന്താണ് നമ്മുടെ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ച് നെയിൽസുകൾ കഴുകുക. അതിനുശേഷം നമ്മുടെ കൈ നല്ലവണ്ണം കഴുകിയതിനു ശേഷം നമ്മുടെ കൈമുട്ട് വെച്ച് ടാപ്പ് ക്ലോസ് ചെയ്യുകയും അത് കൈ നല്ലവണ്ണം ഉണക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ അല്ലേ? ഇങ്ങനെ തന്നെയാണോ ചെയ്യാറ്? നിങ്ങൾക്ക് പല സ്റ്റെപ്പുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ, ഇങ്ങനെ കഴുകാറുണ്ട് അല്ലെ, ഇങ്ങനെ കഴുകാറില്ലേ? ബാക്ക്വേർഡ് ആയിട്ട് നമ്മുടെ ഫിംഗേഴ്സ് അല്ലെ ഇന്റർലോക്ക് ചെയ്ത് കഴുകാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? ഹാൻഡ്
വാഷിംഗ് സ്റ്റെപ്സ് ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ്. നെക്സ്റ്റ് ഇനി മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഒരു 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ, പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കിയേ, എന്നിട്ട് നമുക്ക് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓണാവാറായില്ലേ? ഒരുക്കങ്ങളൊക്കെ എന്തായി? തുടങ്ങിയില്ലാരോ? നടക്കുന്നു അല്ലെ? ഡ്രസ്സൊക്കെ എടുത്തോ? ഓണക്കോടിയൊക്കെ എടുത്തോ? വായിച്ചു നോക്കിയേ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന് പറയുന്ന മറ്റു പേരുകൾ ചോദിക്കാം കേട്ടോ. നോസോകോമിയൽ ഇൻഫെക്ഷൻസ്, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അടയാളപ്പെടുത്താം. നെക്സ്റ്റ് എന്താണ്? സിംറ്റംസ് അല്ലെ? നമ്മുടെ ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? കോമൺ ആയിട്ടുള്ള ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ്? UTIs അല്ലെ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, അത് ക്വസ്റ്റ്യൻ വരാം. നെക്സ്റ്റ് പറയുന്നത് സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻസ്. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? നെക്സ്റ്റ് പറയുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ഉള്ളതാണ് മിസ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് നോസോകോമിയൽ ഇൻഫെക്ഷൻ കൊണ്ട് ആർക്കൊക്കെയാണ് റിസ്കുകളിൽ കൂടുതൽ അപകടങ്ങളുള്ളത്? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അല്ലെ, നമ്മുടെ എന്താണ് ട്രാൻസ്മിഷൻ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള പകരാനുള്ള മോഡുകൾ, രീതികൾ ഏതൊക്കെയാണ്? ഡയറക്റ്റ് കോണ്ടാക്ട്, കോണ്ടാക്ട്, അതിൽ തന്നെ ഡയറക്റ്റ് കോണ്ടാക്റ്റും വരുന്നുണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റും വരുന്നുണ്ട്. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, എയർബോൺ ട്രാൻസ്മിഷൻ, കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ ആൻഡ് vector-borne transmission. Next prevention അല്ലെ, sanitation, sterilization, isolation, hand washing, personal PPE കിറ്റുകൾ, എയർബോൺ പ്രിക്കോഷൻസ് അല്ലെ. ഓക്കെ, പറഞ്ഞുതരാം കേട്ടോ. ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് തുള്ളികളിലൂടെ നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം. ഇപ്പൊ എനിക്കൊരു ഇൻഫെക്ഷൻസ് ഉണ്ട്, അപ്പൊ ഞാന് എന്റെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? ചുമത്തിയോ തുമ്മൊക്കെ ചെയ്യുമ്പോഴെന്ത് ചെയ്യും? എന്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ മൂക്കിൽ നിന്നൊക്കെ തുള്ളികൾ തെറിക്കില്ലേ? തുപ്പലോ ഇല്ലേ? ഡ്രോപ്ലെറ്റ് അല്ല, എയർബോൺ ആണോ? എയർബോൺ. അപ്പൊ ആ ഒരു തുള്ളികള് അവരുടെ ശരീരത്തിൽ, അവരുടെ മുഖത്തോ അവരുടെ മേത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിലെ കൂടി ഇൻഫെക്ഷൻസ് വരും അല്ലെ. നെക്സ്റ്റ് എന്താണ്? എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ എന്താണ്? നമ്മ എന്തെങ്കിലും തുമ്മോ ചുമക്കൊക്കെ ചെയ്യുമ്പോഴെന്താണ്? നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലെ ഇൻഫെക്ഷൻസ് വായുവിൽ തങ്ങി നിൽക്കുന്നില്ലേ? കുറച്ചു നേരത്തേക്ക് അത് വായുവിൽ തങ്ങി നിൽക്കും അല്ലെ. അപ്പൊ വായുവിൽ തങ്ങി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ആ ഒരു ഇൻഫെക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു പേഴ്സന്റെ അല്ലെങ്കിൽ വേറൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ? ഇല്ലേ? ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ വായുവിൽ കൂടി ട്രാൻസ്മിഷൻ നടത്താം. കുറച്ചു നേരത്തേക്ക് അല്ലെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു മൈക്രോ ഓർഗാനിസംസ് ആ ഒരു വായുവില് തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ മറ്റു പേഷ്യൻസിലേക്ക് ആ ഒരു ഇൻഫെക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? കിടക്കുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു വായുവിൽ കൂടി ഇൻഫെക്ഷൻസിനെ സ്പ്രെഡ് ചെയ്യുന്നതാണ് എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ?
നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, ക്ലിയർ ആണോ? വെക്ടർ ബോൺ എന്ന് പറയുന്ന മോസ്കിറ്റോസ്, ഫ്ലൈസ്, റാറ്റ്സ് അല്ലെ, അതർ കീടങ്ങളിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത്. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ സാനിറ്റേഷൻ ചെയ്യുക, സ്റ്റെറിലൈസേഷൻ, അവർ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുക, ഒരു രോഗിയെ തൊടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഏതെങ്കിലും ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് സമ്പർക്കം പുലർത്തിയതിനു ശേഷം എന്താണ് കൈകൾ കഴുകുക അല്ലെ. ആന്റി മൈക്രോബിയൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുക, സർഫസുകളില് എന്താണ് ഇൻഫെക്ഷൻസ് ഉള്ളത് നമ്മൾ എന്താണ് കെമിക്കൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കാണേണ്ട ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നതിനെയാണ് ആന്റി മൈക്രോബിയൽ സർഫസസ് എന്ന് പറയുന്നത്. അണുവിമുക്തമാക്കുക എന്ന് പറയില്ലേ? ഓക്കെ ആണോ രശ്മ? ക്ലിയർ ആണോ? ചാപ്റ്റർ എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് ചാപ്റ്റർ എടുത്തോട്ടെ മിസ്. ചോദിക്കൂട്ടോ, ഇൻഫെക്ഷൻ കൺട്രോൾ ടീം ചോദിക്കൂട്ടോ. ഹാൻഡ് വാഷിംഗ് ആ സ്റ്റെപ്സ് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല, ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സുകൾ ഉണ്ടാവില്ല കേട്ടോ. റോള് ചോദിക്കുന്നതാണ്, റോളും ചോദിക്കും, പിന്നെ ആ ഒരു കമ്മിറ്റി കേട്ടോ, കമ്മിറ്റിയും ചോദിക്കുന്നതാണ് കേട്ടോ, അത് നോക്കി വെക്കേ. ബയോമെഡി നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങിക്കോട്ടെ മിസ്. ക്ലിയർ അല്ലേ എല്ലാം? ഹോസ്പിറ്റൽ റെക്കോർഡ് ഇൻഫെക്ഷൻസ് ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലേ, നമ്മുടെ ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടും ഡയഗ്നോസിന്റെ ഭാഗമായിട്ടും അല്ലെ ഒരുപാട് വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. എക്സാമ്പിൾ പറയാമോ? ഉണ്ടോ? വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഹോസ്പിറ്റലുണ്ട്, കോട്ടൻസ് ഉണ്ട്, കോട്ടൻസ് ഉണ്ട്, സിറിഞ്ച് ഉണ്ട്, ഒരുപാട് ബോട്ടിൽസ് വരുന്നുണ്ട് അല്ലെ. കെമിക്കൽസ് വരുന്നുണ്ട് അല്ലെ, കെമിക്കൽസ് വരുന്നുണ്ട്. റേഡിയേഷന്റെ ഒക്കെ ഭാഗമായിട്ട് റേഡിയോ ആക്റ്റീവ് അല്ലെ വേസ്റ്റുകൾ വരുന്നുണ്ട് അല്ലെ. റേഡിയേഷൻ സ്കാനിങ് അല്ലെ, അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ വരുന്നുണ്ട്. പിന്നെ എന്താണ് ഇൻഫെക്ഷൻസ് ബാധിച്ചിട്ടുള്ള അല്ലെ, ബ്ലഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ടുള്ള അല്ലെ, കോട്ടൻസ്, പിന്നെ എന്താണ് ലിനൻസ് വരുന്നുണ്ടോ? ഷാർപ്പായിട്ടുള്ള വേസ്റ്റുകൾ വരുന്നുണ്ട്. എക്സ്പയറി ഡേറ്റ് ഡ്രഗ്സുകൾ വരുന്നുണ്ട് അല്ലെ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഡ്രഗ്സുകളൊക്കെ പിന്നെ എന്താണ് വേസ്റ്റ് ആണോ? ജനറൽ വേസ്റ്റുകൾ വരുന്നില്ലേ പൊതുവായിട്ടുള്ള അല്ലെ, ഹോസ്പിറ്റൽ ഫുഡ് വേസ്റ്റുകൾ ഒക്കെ വരുന്നില്ലേ? ജനറൽ പേപ്പേഴ്സ്, കട്ടൺ ബോക്സുകൾ അല്ലെ, കട്ടൺ ബോക്സുകൾ. അപ്പൊ എന്താണ് ഒരുപാട് വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ വേസ്റ്റുകളെല്ലാം നമ്മൾ ശരിയായ രീതിയിൽ എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യണം അല്ലെ. സിറിഞ്ച്, കോട്ടൺ അങ്ങനെയുള്ള സാധനം എവിടെയെങ്കിലും ഇടാൻ പാടുണ്ടോ? ബോഡി ഫ്ലൂയിഡ് ആയിട്ടുള്ള വേസ്റ്റുകള്, പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് ഇല്ല അല്ലേ, ഇല്ല. അപ്പൊ എന്ത് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാല് മറ്റു രോഗികൾക്കും കൂടി ഇൻഫെക്ഷൻസ് വരാം അല്ലെ. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അപകടങ്ങൾ ഉണ്ടാകാം, റിസ്കുകൾ ഉണ്ടാവാം അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? വേസ്റ്റുകള് നമ്മൾ ശരിയായ രീതിയിൽ ഡിസ്പോസും ചെയ്യണം അല്ലേ. ഓക്കെ,
അപ്പൊ അതിനുള്ള മെത്തേഡ്സുകൾ നമ്മ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് എന്താണ് ഡിസ്പോസൽ മെത്തേഡുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള വേസ്റ്റുകളാണ് വരുന്നത് എന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് സ്പില്ലേജ് വേസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോ? സ്പില്ലേജ് വേസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ക്ലാസ് തുടങ്ങട്ടെ മിസ്. Introduction. The amount of garbage produced by healthcare institution has increased as a result of growing medical advancement and new hospital construction for better healthcare. അല്ലെ, ഇതാണ് നമ്മ ഒരു 4-5 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് കണ്ട ഹോസ്പിറ്റലുകളും ആണോ ഇന്നുള്ളത്? ആണോ? അല്ല അല്ല അല്ലേ? അവിടെ എന്താണ്, ഒരുപാട് അഡ്വാൻസ്മെന്റുകൾ വന്നിട്ടുണ്ട് അല്ലെ, പുരോഗതി വന്നിട്ടുണ്ടോ? ഒരുപാട് പുതിയ ഫെസിലിറ്റീസ് വന്നിട്ടുണ്ട്, ഒരുപാട് സർവീസുകൾ വന്നിട്ടുണ്ട് അല്ലെ, ഒരുപാട് അഡ്വാൻസ്മെന്റുകൾ വന്നിട്ടുണ്ട്. അതേപോലെ ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ ഹോസ്പിറ്റലുടെ എണ്ണങ്ങളിൽ വർധന വന്നിട്ടുണ്ടോ? പണ്ട് നമ്മുടെ ലൊക്കാലിറ്റിയില് ഒരു 2-3 ഹോസ്പിറ്റലായി, ഓരോ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ 2 ഹോസ്പിറ്റലായിരിക്കും. ഇപ്പൊ അങ്ങനെയാണോ? പുതിയ ഹോസ്പിറ്റൽ വരികയാണ് അല്ലേ? പുതിയ ഹോസ്പിറ്റലുകൾ വരുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള അല്ലെ, എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ പുരോഗതിയുടെ ഫലമായിട്ടും കൂടാതെ പുതിയ പുതിയ നല്ല നമുക്ക് എന്താണ് ആരോഗ്യ ബെറ്റർ എന്താണ് ഹെൽത്ത് കെയർ തരുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ ഹോസ്പിറ്റലുകൾ വരുന്നത് മൂലവും നമ്മുടെ എന്താണ് ഗ്യാരേജ് അല്ലെ, നമ്മുടെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉത്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെയാണോ? As a result of growing medical advancement, എന്താണ് പുരോഗതി, മെഡിക്കൽ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ പുതിയ പുതിയ സർവീസുകൾ വരുന്നു, പുതിയ പുതിയ ട്രീറ്റ്മെന്റുകൾ വരുന്നെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളും കൂടുകയാണ് അല്ലെ. ഓരോ പുതിയ ട്രീറ്റ്മെന്റുകൾ വരുന്നതിനനുസരിച്ച് വേസ്റ്റുകൾ കൂടല്ലേ? ആണോ? ആണ്. അതേപോലെ നമ്പർ ഓഫ് ഹോസ്പിറ്റലും കൂടുന്നതിനനുസരിച്ച് വേസ്റ്റുകൾ കൂടാണ് അല്ലെ. ഇപ്പൊ ഗ്രോയിങ് മെഡിക്കൽ അഡ്വാൻസ്മെന്റിന്റെ എന്താണ് വർദ്ധിച്ച മെഡിക്കൽ പുരോഗതിയുടെ അടിസ്ഥാനത്തിലും പുതിയ പുതിയ ഹോസ്പിറ്റൽ നമുക്ക് നല്ല ആരോഗ്യ പരിചരണം നൽകുന്നതിന് വേണ്ടി പുതിയ ഹോസ്പിറ്റലുകൾ നിർമ്മിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലും നമ്മുടെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉത്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകൾ മാലിന്യങ്ങളുടെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. Both waste from any medical practice in healthcare facilities, testing centers and laboratories are referred to as healthcare waste or biomedical waste. എന്താണ് നമ്മുടെ മെഡിക്കൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലുള്ള മെഡിക്കൽ പ്രാക്ടീസ് നമുക്ക് തരുന്ന ആരോഗ്യ പരിചരണങ്ങളുടെ ഭാഗമായിട്ട് അതല്ലെങ്കിൽ ടെസ്റ്റിംഗ് സെന്റേഴ്സ് ഉത്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകള്, ലബോറട്ടറിയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളൊക്കെ നമ്മൾ എന്താണ് പറയുന്നത്? ഹെൽത്ത് കെയർ വേസ്റ്റ് ഓർ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നു. ഓക്കെയാണോ? ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങള്, ലബോറട്ടറീസിൽ ടെസ്റ്റിംഗ് സെന്റേഴ്സ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താണ് ഹെൽത്ത് കെയർ വേസ്റ്റ് ഓർ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ദ ജനറൽ പബ്ലിക് ആൻഡ് ദ നിയർ ബൈ ഫ്ലോറ ആൻഡ് ഫോണ ആർ ഓൾ അറ്റ് റിസ്ക് ഫ്രം ഹോസ്പിറ്റൽ ട്രാഷ്. ഈ ഒരു മാലിന്യങ്ങൾ, ട്രാഷ് എന്ന് പറഞ്ഞാൽ ചവറ്റുകുട്ട, മാലിന്യം എന്ന് പറയും. ഈ മാലിന്യങ്ങള്, ഇങ്ങനെയുള്ള വേസ്റ്റുകളില് ആർക്കൊക്കെയാണ് അപകടങ്ങള്? ഹെൽത്ത് കെയർ വർക്കേഴ്സിനുണ്ട് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുണ്ടോ? ലാബ് ആണെങ്കിൽ ലാബിൽ വർക്ക് ചെയ്യുന്ന ആളുകള്, ടെസ്റ്റിംഗ് സെന്റേഴ്സില്, ഡയാലിസിസ് സെന്റേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? അപകടങ്ങളുണ്ടോ ഈ വേസ്റ്റ് കൊണ്ട്? ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്, പിന്നെ പബ്ലിക്കായ പൊതുജനങ്ങളായ നമുക്കുണ്ടോ അപകടങ്ങള്? ഉണ്ട് അല്ലെ. പബ്ലിക്കിനുണ്ട്, ജനറൽ പബ്ലിക്. പിന്നെ എന്താണ് അവിടെ അടുത്തുള്ള ഫ്ലോറ ആൻഡ് ഫോണ അല്ലെ, സസ്യ ജന്തുജാലങ്ങൾക്കുണ്ടോ? ഫ്ലോറ എന്ന് പറഞ്ഞാല് സസ്യജാലങ്ങള്, ഫോണ എന്ന് പറഞ്ഞാല് ജന്തുജാലങ്ങൾ അല്ലേ.
അവർക്കും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അല്ലെ? പൊല്യൂഷൻസും മറ്റു പ്രശ്നങ്ങളും വരുന്നില്ലേ അവർക്കും? അപ്പൊ എന്താണ് നിയർ ബൈ ഫ്ലോറ, എയർ പൊല്യൂഷൻസ്, സോയിൽ പൊല്യൂഷൻസ് അല്ലെ? പറയേ, നിങ്ങൾ പറയേ ഉണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ എന്താണ് അവിടെയുള്ള സസ്യജന്തുജാലങ്ങൾക്കെല്ലാം ഈ ഒരു ഹോസ്പിറ്റൽ മാലിന്യം കൊണ്ട് അപകടങ്ങൾ, റിസ്കുകൾ ഉണ്ടാകുന്നു. ഓക്കെ ആണോ? എന്താണ് സാക്കിർ? സ്ക്രീൻ കാണുന്നില്ല എല്ലാവർക്കും? എങ്ങനെയാണോ? ഓക്കെയാണോ? ഓക്കെയാണോ? ഇത്രയും ഓക്കെയാണോ മിസ് പറഞ്ഞത്? എല്ലാവർക്കും ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ്, hospital and other healthcare facilities issues with waste disposal have grown to be cause of rising concern അല്ലെ? അപ്പൊ ഈ വേസ്റ്റുകള് എന്താണ് ഹോസ്പിറ്റൽ ആൻഡ് അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഫേസ് ചെയ്യുന്ന, അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് എന്താണ്? ഈ വേസ്റ്റുകള് എങ്ങനെ ഡിസ്പോസ് ചെയ്യും എന്നുള്ളതാണ് അല്ലെ? നമുക്ക് ഒരുപാട് എമൗണ്ടിൽ വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ് അത് നമ്മൾ ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യണ്ടേ? അപ്പൊ അവര് ഫേസ് ചെയ്യുന്ന നമ്മുടെ ഹോസ്പിറ്റലുകാര് അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അല്ലെ, പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ഈ വർദ്ധിച്ചു വരുന്ന വേസ്റ്റുകൾ എങ്ങനെ എന്ത് ചെയ്യാം, ഡിസ്പോസ് ചെയ്യാം, സംസ്കരിക്കാം എന്നുള്ള ആശങ്കയാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കാം. The majority of nations worldwide അല്ലെ? നമ്മുടെ മെജോറിറ്റി ഓഫ് നേഷൻസും ഭൂരിഭാഗം രാഷ്ട്രങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഇത് തന്നെയാണ് അല്ലെ? എക്സ്പെഷ്യലി ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസിൽ എന്താണ് നമ്മുടെ രാജ്യത്ത് നിന്ന് അല്ലെ എന്താണ് നമ്മുടെ മുഖ്യമന്ത്രി ഒക്കെ എവിടെയൊക്കെയാണ് ട്രീറ്റ്മെന്റിന് പോകുന്നത്? ഡെവലപ്പിംഗ് കൺട്രീസിൽ അമേരിക്കയ്ക്കൊക്കെയാണ് അല്ലെ? ആണോ? അമേരിക്ക. എന്തുകൊണ്ടാ അവർ അങ്ങോട്ട് പോകുന്നത്? എന്തുകൊണ്ടാ? അവിടെ നമ്മുടെ രാജ്യത്തുള്ളതിലും കൂടുതൽ ഫെസിലിറ്റീസും അഡ്വാൻസ്മെന്റ് ആയിട്ടുണ്ട് അല്ലെ? ആണോ? ആരോഗ്യ മേഖലയിൽ ഒരുപാട് പുരോഗതികൾ ഉണ്ട് അല്ലെ? അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് അല്ലെ? അപ്പൊ എസ്പെഷ്യലി പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് കൺട്രീസ് ആർ ഫേസിംഗ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ as a result of environmental problem caused by pathological waste generated by growing population and the result of rapid growth in the number of healthcare centers. അപ്പൊ എന്താണ് ഈ ഒരു പോപ്പുലേഷൻസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അല്ലെ ആ ഒരു പാത്തോളജിക്കൽ വേസ്റ്റുകളും കൂടുതലാവും അല്ലെ? പോപ്പുലേഷൻ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വേസ്റ്റുകളും കൂടുതലല്ലേ ചെയ്യുന്നത്? നമുക്ക് എന്താണ് അസുഖങ്ങൾ കൂടും, ട്രീറ്റ്മെന്റ് എല്ലാവർക്കും ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലേ? ആണോ? അതേപോലെ നമ്മുടെ ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ വരുന്ന വർദ്ധിച്ച പുരോഗതി റാപ്പിഡ് അതിവേഗം ഉണ്ടാവുന്ന ആ ഒരു വളർച്ച അല്ലെ? അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു എന്താണ് വേസ്റ്റുകൾ എന്തിന് കാരണമാകുന്നു? എൻവിയോൺമെന്റൽ പൊല്യൂഷൻസിന് അല്ലെ? പാരിസ്ഥിതിക മലിനീകരണത്തിന് കാരണമാകുന്നു. ഇത് നമ്മുടെ ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾ ഫേസ് ചെയ്യുന്ന, അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് അല്ലെ? പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് കൺട്രി, വികസന രാജ്യങ്ങള്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നമ്മുടെ വീട്ടിൽ തന്നെ അറിയാം, ഒരു കൊച്ചുള്ളടത്തും 2 കുട്ടികളുള്ളടത്തും നമ്മുടെ മരുന്നുകളൊക്കെ എങ്ങനെയാ വരുന്നത്? ഡ്രോയർ നിറയില്ലേ? കബോർഡ് നിറഞ്ഞിരിക്കും. ഒരാളുള്ളെങ്കിൽ നമുക്ക് 1, 2, 3 മരുന്നുകളായിരിക്കും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. 2 ആളുള്ളപ്പോ അതെങ്ങനെയാണോ? പല സുഖത്തിനായിരിക്കും അല്ലേ? പിന്നെ നമ്മുടെ മരുന്നുകൾ ഉണ്ടാവും, പെയിൻ കില്ലേഴ്സ് ഉണ്ടാവും, തലവേദന മരുന്നുണ്ടാവും, വേദനക്കുള്ള മരുന്നുണ്ടാവും അല്ലേ?
അപ്പൊ എന്താണ് നമ്മുടെ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഈ പാത്തോളജിക്കൽ വേസ്റ്റുകളും വർദ്ധിക്കുകയാണോ ചെയ്യുന്നത്? അല്ലേ? ഡയഗ്നോസിസിന് വേണ്ടി, രോഗനിർണയത്തിന് വേണ്ടി, ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയുള്ള ആ ഒരു വേസ്റ്റുകൾ കൂടുന്നുണ്ട്. കൂടാതെ എന്താണ് നമ്മുടെ ഹെൽത്ത് കെയർ സെന്റേഴ്സിന്റെ ആ ഒരു വർദ്ധിച്ചു വരുന്ന പുരോഗതി, അതിവേഗമുള്ള വളർച്ചയുടെ അടിസ്ഥാനത്തിലും നമ്മുടെ വേസ്റ്റുകൾ ഇൻക്രീസ് ചെയ്യാണ്, അല്ലെ, കൂടുന്നു. അപ്പൊ ഇതെന്തിന് കാരണമാകുന്നു? നമ്മുടെ എൻവിയോൺമെന്റൽ പൊല്യൂഷൻസിന് കാരണമാകുന്നു. ഇത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങള്, പ്രത്യേകിച്ച് നമ്മുടെ വികസന രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ക്ലിയർ അല്ലേ മക്കളത്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ്? BMW. ക്വസ്റ്റ്യൻ വരാം. BMW സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് ഓർ ഹോസ്പിറ്റൽ വേസ്റ്റ്? ഈസ് എനി കൈൻഡ് ഓഫ് വേസ്റ്റ് containing infections or potentially infectious material produced during the treatment of both the people and animals as well as during study involving biology. ഇത് എന്താണ് ജീവശാസ്ത്ര പഠന സമയത്തും അല്ലെ, കൂടാതെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ചികിത്സാ സമയത്തും പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പകർച്ചവ്യാധികൾ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ അടങ്ങിയിരിക്കുന്ന വേസ്റ്റുകളെ, പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റ് ഓർ ഹോസ്പിറ്റൽ വേസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ റിസർച്ചുകളുടെ എന്താണ് ജീവശാസ്ത്ര പഠന സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റിസർച്ചുകളൊക്കെ നടത്തുന്ന സമയത്ത്, അല്ലെ, പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളും ബയോമെഡിക്കൽ വേസ്റ്റ് ആണ്. നമുക്ക് പുതിയൊരു കണ്ടുപിടുത്തം, അല്ലെ, പുതിയൊരു ഡ്രഗ് എന്താണ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മനുഷ്യരിലാണോ പ്രയോഗിക്കുന്നത്? അല്ല, അല്ലെ, മൃഗങ്ങളിലായിരിക്കും. അപ്പൊ അതിനുള്ള സ്റ്റഡി, അല്ലെ, അതല്ലെങ്കിൽ എന്താണ് പുതിയ ട്രീറ്റ്മെന്റുകൾ പരീക്ഷിക്കേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ്, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ജീവശാസ്ത്ര പഠന സമയത്തും നമ്മുടെ മനുഷ്യരുടെയും മൃഗങ്ങളും, നമുക്ക് മനുഷ്യർക്ക് ട്രീറ്റ്മെന്റ് തരുന്ന പോലെ എന്താണ് ഇപ്പൊ മൃഗങ്ങൾക്കുണ്ട്, അല്ലെ, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ലേ? അറിയാലോ നിങ്ങൾക്ക്, വെറ്റിനറി ഹോസ്പിറ്റലൊക്കെ, അല്ലെ, വെറ്റിനറി കോളേജുകള്, വെറ്റിനറി ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്, അല്ലെ. അപ്പൊ മൃഗങ്ങളുടെ ചികിത്സാ സമയത്തും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻഫെക്ഷൻസ് ബാധിച്ചിട്ടുള്ള എന്താണ് പകർച്ചവ്യാധികൾ വരാൻ സാധ്യതയുള്ള പദാർത്ഥങ്ങളെയാണ്, മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റ് ഓർ ഹോസ്പിറ്റൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുള്ള ലക്ഷ്യം, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? To listen the quantity of waste that must be treated as noxious waste. അല്ലെ, എന്താണ് നമ്മുടെ ആ ഒരു നോക്സിയസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാനികരമായിട്ടുള്ള ആ ഒരു ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ള വേസ്റ്റുകൾ, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നോക്സിയസ് വേസ്റ്റുകൾ, ഹാനികരമായ വേസ്റ്റുകളുടെ ആ ഒരു ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളത്, അല്ലെ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ലാബുകളായിക്കോട്ടെ, ലബോറട്ടറീസ് ആയിക്കോട്ടെ, റേഡിയോളജി സെന്റേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു അപകടകരമായ അല്ലെങ്കിൽ ഹാനികരമായിട്ടുള്ള ആ ഒരു വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് to lessen the exposability risk to noxious healthcare risk for workers. ഈ ഒരു ഹാനികരമായിട്ടുള്ള ഇൻഫെക്ഷൻസ് ബാധിച്ചിട്ടുള്ള ഈ ഒരു വേസ്റ്റിൽ നിന്ന് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക്, അല്ലെ, ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കോ, അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ. അതെന്താണ്? ഒരു എക്സ്പോസിബിലിറ്റി ആണ്, അല്ലെ, മുൻ സാധ്യതയാണോ, അല്ലേ? ഇത്തരത്തിൽ
ഇത്തരത്തിലുള്ള ഹാനികരമായിട്ടുള്ള വേസ്റ്റുകളിൽ നിന്ന് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഇൻഫെക്ഷൻസ് വരില്ലേ? അവർക്ക് അപകടങ്ങൾ ഉണ്ടാക്കില്ലേ? ഇപ്പൊ നിപ്പ വൈറസ് വന്നു, നിപ്പ ഇതായപ്പോഴെന്താണ് സ്പ്രെഡ് ചെയ്ത സമയത്ത് നമ്മുടെ എന്താണ് പേഷ്യൻസിനെ ചികിത്സിച്ച ഒരു നഴ്സിന് മരണം സംഭവിച്ചു. എന്തുകൊണ്ടാണത്? ആ ഒരു ഇൻഫെക്ഷൻസ് ആ ഒരു നഴ്സിന് പ്രവേശിച്ചത് കൊണ്ട് അല്ലേ? അവർക്ക് അപകടങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് എന്ത് പറ്റി? ആൾക്ക് മരണം സംഭവിച്ചു. ആണോ? ആണ്. അപ്പൊ ഇത്തരം വേസ്റ്റുകളിൽ നിന്ന്, നോക്സിയസ് വേസ്റ്റുകളിൽ നിന്ന് നമ്മുടെ വർക്കേഴ്സിന് അപകടങ്ങളുണ്ടോ? റിസ്കുകൾ ഉണ്ടോ? ഉണ്ട് അല്ലേ? ചിലപ്പോ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാം അല്ലെ? അപ്പൊ ആ ഒരു എക്സ്പോസിബിലിറ്റി കുറയ്ക്കുക എന്നുള്ളതും നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കൊണ്ടുള്ള ഒരു ലക്ഷ്യമാണ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് to reduce the price of treatment and the disposal of medical waste അല്ലെ? എന്താണ് നമ്മുടെ ആ ഒരു വേസ്റ്റുകള് ഹാൻഡിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ പ്രൈസ് കുറയ്ക്കാന്നുള്ളത്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖത്തിന് പോയി കണ്ടിട്ട് നമുക്ക് ഇപ്പൊ ഹാർട്ട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഒക്കെ അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെലവ് കൂടാണോ കുറയാണോ ചെയ്യുന്നത്? നമ്മുടെ ഹോസ്പിറ്റലിലെ ലെങ്ത് ഓഫ് സ്റ്റേ കൂടോ? ലെങ്ത് ഓഫ് സ്റ്റേ കൂടും. ട്രീറ്റ്മെന്റ് കൂടുതൽ നമുക്ക് ലഭിക്കേണ്ടി വരും അല്ലെ? കൂടുതൽ ട്രീറ്റ്മെന്റ് ലഭിക്കേണ്ടി വരും, കൂടുതൽ മെഡിക്കേഷൻസ് കഴിക്കേണ്ടി വരും അല്ലെ? കൂടുതൽ കെയർസ് ലഭിക്കേണ്ടി വരുമാണോ? അപ്പൊ നമ്മുടെ ചെലവ് എങ്ങനെയാണ് കൂടാണോ ചെയ്യുന്നത്? ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ചെലവ് കൂടുതലേ? അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ പ്രൈസ് കുറയ്ക്കുക. കൂടാതെ നമ്മുടെ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള് അല്ലെ, മെഡിക്കൽ വേസ്റ്റുകള് ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതും നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതും നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ലക്ഷ്യമാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ബയോമെഡിക്കൽ വേസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോ നമ്മുടെ നമ്പേഴ്സ് കുറഞ്ഞ് എന്ത് വെച്ച് ബോർഡ് അടിക്കുന്നുണ്ടോ ചാപ്റ്റർ? നെക്സ്റ്റ് പറയുന്നത് ടു ഇനേബിൾ ദ റീയൂസ് ഓഫ് നോൺ ഹസാർഡസ് ജനറൽ വേസ്റ്റ്. എന്താണ്? അപകടകരമല്ലാത്ത ജനറൽ വേസ്റ്റുകൾ എന്ത് ചെയ്യാം? രണ്ടാമത് റീയൂസ് ചെയ്യാം അല്ലെ? ആണോ? റീയൂസ് ചെയ്യാം. അതും എന്താണ്? നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുള്ള മാനേജ്മെന്റ് കൊണ്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്. എന്താണ്? നമ്മുടെ നോൺ ഹസാർഡസ് ആയിട്ടുള്ള അപകടകരമല്ലാത്ത എന്താണ് ജനറൽ വേസ്റ്റുകൾ, പൊതുമാലിന്യങ്ങൾ റീയൂസ് ചെയ്യുക എന്നുള്ളതും എന്താണ്? നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ്. ക്ലിയർ ആണോ? അത് നെക്സ്റ്റ് പറയുന്നത് ഹു ഈസ് അറ്റ് റിസ്ക്. ഈ ഒരു വേസ്റ്റ് കൊണ്ട്, ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ട് ആർക്കൊക്കെയാണ് അപകടങ്ങളുള്ളത്? ആർക്കൊക്കെ അപകടങ്ങളുള്ളത് പറഞ്ഞേ? മുകളിൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ചു പേരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ്? സ്റ്റാഫുകൾക്ക് വരുന്നുണ്ട് അല്ലെ? നഴ്സുമാര്, ഡോക്ടേഴ്സ്, പിന്നെ പേഷ്യൻസിനുണ്ടോ? അവിടെ പോകുന്ന പേഷ്യൻസിനില്ലേ? പേഷ്യൻസ്. പിന്നെ ആരാണ്? നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന പബ്ലിക്കിന്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും മാത്രമാണോ? മറ്റ് സ്റ്റാഫുകൾക്കില്ലേ? അതർ സ്റ്റാഫ്, വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ഡിസ്പോസ് ചെയ്യുന്ന സ്റ്റാഫുകൾക്കൊക്കെ വരുന്നുണ്ട് അല്ലെ? എൻവയോൺമെന്റിനുണ്ടോ? ഡിസ്പോസൽ സ്റ്റാഫുകൾക്ക് എൻവയോൺമെന്റിനുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ നോക്കിയേ, ഹു ഈസ് അറ്റ് റിസ്ക്? ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. നിങ്ങൾ പറഞ്ഞു അല്ലെ? ഡോക്ടർമാർക്ക്,
നഴ്സുമാർക്ക്, പേഷ്യൻസിന്, ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫ് അല്ലെ, ഹോസ്പിറ്റലിലെ മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്ക്, ലബോറട്ടറിയില്, റേഡിയോളജിയില്, ഫാർമസിയില് അല്ലെ, അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, സപ്പോർട്ട് സ്റ്റാഫ് വേസ്റ്റ് കളക്ഷൻ അല്ലെ, നമ്മുടെ വേസ്റ്റ് കളക്ഷൻ നടത്തുന്ന സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്ക്, അത് ഡിസ്പോസ് ചെയ്യുന്ന ഇൻസിനറേറ്റർ പ്രവർത്തിപ്പിക്കുന്ന ആളുകള്, സാനിറ്റേഷൻ ചെയ്യുന്ന ആളുകള്, സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന ആളുകള് അല്ലെ, ഡിസ്പോസൽ സ്റ്റാഫുകൾക്ക് വരുന്നുണ്ട്. കൂടാതെ പൊതുജനങ്ങൾക്ക് അല്ലെ, ജനറൽ പബ്ലിക് ആൻഡ് എൻവയോൺമെന്റ്, പൊതുജനങ്ങൾക്കും നമ്മുടെ എൻവയോൺമെന്റിനും ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ട് എന്തുണ്ടാകുന്നു? അപകടങ്ങൾ ഉണ്ടാകുന്നു. ക്ലിയർ ആണോ? അത് സിമ്പിൾ ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. നെക്സ്റ്റ്, സോഴ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ സോഴ്സസ്, ഉറവിടങ്ങള് ഏതൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത്, the primary contributor to the production of biomedical waste are primary and secondary sources. നമ്മുടെ മെഡിക്കൽ മാലിന്യങ്ങള് ഉൽപ്പാദിപ്പിക്കുന്നതില് പ്രാഥമികമായിട്ടുള്ള പ്രൈമറി കോൺട്രിബ്യൂട്ടേഴ്സ് ആരാണ്? പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ് ആണ്. പ്രാഥമികവും ദ്വിതീയവുമായിട്ടുള്ള ഉറവിടങ്ങളാണ്. അതിൽ പ്രൈമറി സോഴ്സസിൽ ഏതൊക്കെയാണ് പെടുന്നതെന്നൊക്കെ? പ്രൈമറി സോഴ്സസ് include, പ്രൈമറി സോഴ്സസിൽ ഏതൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? വേസ്റ്റ് ക്രിയേറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ അല്ലെ, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സെന്റേഴ്സ്, ഡയാലിസിസ് സെന്റേഴ്സ്, മെറ്റേണിറ്റി ഹോസ്പിറ്റലുകള്, ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്സ്, ഇമ്മ്യൂണൈസേഷൻ സെന്റേഴ്സ്, ഓട്ടോപ്സി സെന്റേഴ്സ് എക്സെട്ര. ഇതൊക്കെയാണ് നമ്മുടെ എന്ത് പറയുന്നത്? പ്രാഥമിക ഉറവിടങ്ങൾ അല്ലെ, പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ വരുന്നതാണ്. എവിടെ നിന്നൊക്കെയാണ്? നമ്മുടെ ഹോസ്പിറ്റലില്, മെഡിക്കൽ കോളേജുകളിലെ, മെഡിക്കൽ കോളേജ് എന്താണ് പഠന സമയത്ത് അല്ലെ, എന്താണ് അവിടെ എന്താണ് MBBS പഠിപ്പിക്കുന്നുണ്ട്, നഴ്സിംഗ് പഠിപ്പിക്കുന്നുണ്ട് അല്ലെ, ആണോ? പിന്നെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് അല്ലെ, പേഷ്യൻസിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടോ? ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള മെഡിക്കൽ കോളേജുകളില്, നഴ്സിംഗ് സെന്റേഴ്സിലെ നഴ്സിംഗ് പരിചരണങ്ങൾ കൊടുക്കുന്ന നഴ്സിംഗ് സെന്റേഴ്സ്, ഡയാലിസിസ് സെന്റേഴ്സ്, മെറ്റേണിറ്റി ഹോംസുകള്, ബ്ലഡ് ബാങ്കിൽ അല്ലെ എന്താണ് വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, റിസർച്ചുകൾ നടത്തുന്ന, ഗവേഷണങ്ങൾ നടത്തുന്ന ലാബ്സുകള്, ഇമ്മ്യൂണൈസേഷൻ സെന്റേഴ്സിൽ എന്താണ് പ്രതിരോധ കുത്തിവെപ്പുകൾ നടത്തുന്ന കേന്ദ്രങ്ങള്, പോസ്റ്റ്മോർട്ടം സെന്ററിൽ, ഓട്ടോപ്സി സെന്റേഴ്സ്, പോസ്റ്റ്മോർട്ടം സെന്റേഴ്സിലൊക്കെയാണ് എന്താണ് നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റുകളുടെ പ്രാഥമിക കേന്ദ്രങ്ങള്, പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സെക്കൻഡറി സോഴ്സസ് ഓൺ അതർ ഹാൻഡ് ഇൻക്ലൂഡ് ഹൗസ് ഹോൾഡ് അല്ലെ, നമ്മുടെ ഗാർഹികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള്, ഇൻഡസ്ട്രീസ് അല്ലെ, വ്യവസായ സ്ഥാപനങ്ങളിലെ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെയാണ് ഇതിന്റെ ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റിന്റെ സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹോസ്പിറ്റലില് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ നമ്മുടെ വീടുകളിൽ പ്രൊഡ്യൂസ് ചെയ്യോ? ഇല്ല. അതിന്റെയൊക്കെ ഒരു ശതമാനമൊക്കെ ആയിരിക്കും അല്ലെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്നത് അല്ലേ? അപ്പൊ വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂഷൻസില്, സ്ഥാപനങ്ങളില്, ഇൻഡസ്ട്രീസില്, ഹൗസ് ഹോൾഡ് ഒക്കെയാണ് നമ്മുടെ സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒന്ന് മിസ് എടുത്ത ഭാഗം ഒക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ, ആദ്യം മുതലൊന്ന് വായിച്ചു നോക്കിയേ. ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോ തന്നെ ബോറടിച്ചോ നിങ്ങൾക്ക്? ഇല്ല, കുറെ പേര് ലെഫ്റ്റ് ചെയ്ത് പോയല്ലോ, അതാണ് ചോദിച്ചത് മിസ്. നല്ല ചാപ്റ്റർ ആട്ടോ, നല്ല ചാപ്റ്റർ ആട്ടോ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. ഡിസ്പോസൽ മെത്തേഡുകള്, പിന്നെ ഓരോ വേസ്റ്റുകളെ നമ്മൾ പല കാറ്റഗറി ആയി തിരിക്കുന്നുണ്ട്. ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന വേസ്റ്റുകൾ ഏതൊക്കെയാണ്? പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പല കളറിലെ കണ്ടെയ്നേഴ്സ് ഒക്കെ കണ്ടിട്ടില്ലേ? വേസ്റ്റ് കണ്ടെയ്നേഴ്സ് ഒക്കെ കണ്ടിട്ടില്ലേ? പച്ചിണ്ട്, മഞ്ഞിണ്ട് അല്ലെ, റെഡ് ഉണ്ട്, കണ്ടിട്ടുണ്ടോ? അതെന്താ അങ്ങനെയെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഡിഫറെന്റ് കളറിലുള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ?
ഉണ്ട്. അപ്പൊ എന്താണ്, ഓരോ കളർ കണ്ടെയ്നേഴ്സിലും ഡിഫറെന്റ് തരത്തിലുള്ള വേസ്റ്റുകളാണ് നമ്മൾ ഇടുന്നത്, ഡിസ്പോസ് ചെയ്യുന്നത്. ഈച്ച് ടൈപ്പ് വേസ്റ്റുകളാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ തന്നെ അത് സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിഫറെന്റ് കളറിലെ കണ്ടെയ്നേഴ്സ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉള്ളത്. ഓക്കെ, ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇന്നത്തെ ക്ലാസ് ഓക്കെ അല്ല മക്കളെ? ഓക്കെ ആണ്. അപ്പൊ മിസ് ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ, ബാക്കി സെക്ഷൻ എടുത്താലും നമ്മുടെ കഴിയില്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.